ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഞാൻ ആദ്യം തന്നെ പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. വേണ്ടവർ കോൺടാക്ട് ചെയ്യൂ. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് മേലെ. അത് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഇന്ന് ആക്ച്വലി ഇവിടെ കുറേ ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് എന്താണെന്ന് വിചാരിക്കും. ഓക്കെ, ഇന്ന് ഞാൻ 5 പൈലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല. എനിക്കിങ്ങനെ ക്രിസ്റ്റൽ കണ്ടപ്പോൾ ഇന്ന് ഏത് ചൂസ് ചെയ്യണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ എല്ലാം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു. അപ്പോൾ 5 പൈലുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് ക്വിക്ക് മെസ്സേജ് ആണ് ഇന്ന് തരാൻ പോകുന്നത്. ഇന്ന് അധികം നീട്ടില്ല, വളരെ ഷോർട്ട് റീഡിംഗ് ആണ്. ഓക്കെ, കാരണം 5 പൈലും പറയണം. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കുള്ള മെയിൻ മെസ്സേജസ് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് കാണാം, ഒന്നിൽ കൂടുതൽ കാണാം, നിങ്ങളുടെ താല്പര്യം പോലെ കേട്ടോ. 5 കാണാം, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇത് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് മാത്രമാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തേക്കാം. ഓക്കെ, ഓരോ കാർഡും എടുത്ത് ആദ്യം വെച്ചേക്കാം. അതിന് ശേഷം ഓക്കെ, സിമ്പിൾ. ഓക്കെ, ആൻഡ് ക്വിക്ക് ആൻഡ് സിമ്പിൾ റീഡിങ്. ഓക്കെ, 5 പൈലുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 5 കാണാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 2ൽ 1 2 കാണാം. ഓക്കെ, ഫുൾ കാണാം. ഇറ്റ്സ് അപ് ടു യു. ചുമ്മാ ഒരു രസം മാത്രം അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു മാറ്റം, എപ്പോഴും ഒരു ബോറിങ് ആവരുതല്ലോ നമുക്ക്. ഓക്കെ, 2 3 4 നിങ്ങൾക്കുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, എപ്പോഴും നന്ദിയുള്ളവരായിട്ടിരിക്കുക, എല്ലാവർക്കുള്ള മെസ്സേജാണ്. ഓക്കെ, സോ പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബ്ലൂ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, ബ്ലൂ ക്രിസ്റ്റൽ ചൂസ് ചെയ്തവർക്ക് ഫസ്റ്റ് പൈൽ ഇവിടെ തന്നെ വെച്ച് നോക്കാം, ഇവിടെ തന്നെ പറയാം. ഓക്കെ, 7 ഓഫ് വാൻഡ്സ് ആൻഡ് അട്രാക്ഷൻ. ഓക്കെ, രണ്ടും കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളോട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവും നിങ്ങളുടെ മുമ്പിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാനും പറ്റും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളിലേക്ക് എന്തോ അട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അതിൽ എഫേർട്ട് ഇടുന്നോ, നിങ്ങൾ എത്രത്തോളം അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നോ, അത് നിങ്ങളിലേക്ക് എത്തുമെന്നാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. അട്രാക്ഷൻ കാണുന്നുണ്ട്. സോ സംതിങ് യു ആർ അട്രാക്ടിങ് സംതിങ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തോ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ഓക്കെ, വിടാതെ മുന്നിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുമ്പോൾ യൂണിവേഴ്സും നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ട് വരും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ്. ഓക്കെ, നിങ്ങൾ അട്രാക്ട് ചെയ്യുകയാണ്, യു ആർ അട്രാക്ടിങ് സംതിങ് എന്ന രീതിക്ക്. അതായത് നിങ്ങൾ അത് വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ. ഓക്കെ, അതിന് വേണ്ടി ചാലഞ്ചസ് എന്ത് തന്നെ വന്നാലും മുമ്പിൽ വന്നാലും നിങ്ങളത് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരും. ഓക്കെ, സോ ഫസ്റ്റ് പൈൽക്കാർക്ക് അതാണ് എന്നിട്ട് മെസ്സേജ്. പൈൽ 1. പൈൽ 2 നോക്കാം നമുക്ക്. പിങ്ക് കളർ ഇത് ചൂസ് ചെയ്ത ആൾക്കാർക്ക് 9 ഓഫ് സോർഡ്സ് ആൻഡ് ബാലൻസ്. ഓക്കെ, സോ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. നിങ്ങൾ ലൈക്ക് ഉറക്കം പോലും ഇല്ലാതെ ലൈക്ക് മനസ്സിൽ ഒരുപാട് ഓവർ തിങ്കിങ് വരുന്നുണ്ട്. പേടികളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നടക്കാത്ത കാര്യം കൂടി നമ്മൾ ആലോചിച്ചുണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. ചെറിയൊരു കാര്യമായിരിക്കും, ബട്ട് അതിനെ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ മനസ്സിലിട്ട് അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പേടികൾ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവുകയാണ്. നിങ്ങൾ ശരിക്കും വളരെയധികം ടെൻഷൻ ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ചിലപ്പോൾ റിഗ്രറ്റ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു കുറ്റബോധമായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ ഒരു ഗിൽട്ട് കിടക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും നിങ്ങൾ ചെയ്ത കാര്യം, ഓക്കെ, നിങ്ങൾക്ക് എവിടെയോ ഒരു മനസ്സിലൊരു കുറ്റബോധം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് തെറ്റല്ലെങ്കിൽ പോലും ഇത് നിങ്ങൾ അവനവൻ്റെ മേലേക്ക് എടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങളായിട്ട് എടുക്കുന്നതാണ്. ചിലപ്പോൾ ഇത് ശരിക്കും നിങ്ങളുടെ തെറ്റൊന്നും ഉണ്ടാവണം എന്നില്ല. ബട്ട് എന്നാലും നിങ്ങൾ എവിടെയോ ആലോചിച്ച് കൂട്ടിയിട്ട് ഉണ്ടോ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടുകയാണ്. ഓക്കെ, ആൻഡ് ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഐ തിങ്ക് നിങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ലൈക്ക് നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടി ഒരു നെഗറ്റീവ് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ബാലൻസിലേക്ക് വരും. ഓക്കെ, ബാലൻസിൽ വരും എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ഒന്ന് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ശാന്തമാക്കുക ആദ്യം. ഓക്കെ, മൈൻഡ് ബാലൻസ് ചെയ്യൂ, കുറച്ചുകൂടി ശാന്തമായി. ആക്ച്വലി ഇവിടെ മൂണുണ്ട്, ഇത് 3 തന്നെയാണ്. സോ യെസ്, നിങ്ങൾ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഐ തിങ്ക് ടെൻഷനോ പ്രഷറോ ഒക്കെ വരുന്നുണ്ടാവും. സോ ഇവിടെ അതൊക്കെ ഒന്ന് നിർത്താൻ, നിങ്ങളൊന്ന് ബാലൻസിലേക്ക് വരാം. ഓക്കെ, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക. ഇമോഷൻസ് ഒന്ന് മാറ്റി വയ്ക്കുക. പ്രാക്ടിക്കലായിട്ട് കൂടി കാര്യങ്ങൾ ചിന്തിക്കാനാണ് പറയുന്നത്. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഈ നെഗറ്റീവ് തിങ്കിങ് ഓവർ തിങ്കിങ് പോകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണെന്നുള്ളത് നോക്കുക. ഓക്കെ, ഒന്ന് മനസ്സിനെ ശാന്തമാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചാലും ഇനി സംഭവിക്കാനിരിക്കുന്നതും ഓക്കെ നമുക്ക് ഒരുപാട് വറി ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് വറി ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു പോകാമെന്നുള്ള രീതിക്കാണ്. ആൻഡ് പാസ്റ്റിനെ കുറിച്ചും ചിന്തിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക. എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് തിരുത്താൻ വഴികളുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതാണ് വേണ്ടത്. ഇവിടെ ബാലൻസിലിരിക്കുക. നിങ്ങൾ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ ചെയ്യാം. ആക്ച്വലി മൂൺ ഇവിടെ കാണുന്നത് എനിക്ക് പെട്ടെന്നൊരു തോന്നൽ, നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ മൂൺ സ്റ്റോൺ വാങ്ങിയിട്ട് ധരിക്കാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങൾക്ക് നല്ലതായിരിക്കും. മൂൺ സ്റ്റോൺ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്, പേടികളൊക്കെ കൺട്രോൾ ചെയ്യാൻ, ഒരു ഇമോഷണൽ കൺട്രോളിൽ ആക്ച്വലി വളരെ നല്ലതാണ് മൂൺ സ്റ്റോൺ എന്ന് പറയും കേട്ടോ. ഓക്കെ, ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അല്ലെങ്കിൽ പേൾ താല്പര്യമുള്ളവർക്ക് പേൾ ഇടാം. ഓക്കെ, പേളും നല്ലതാണ് മൂണിൻ്റെ കാര്യത്തിന്. പേൾ വാങ്ങിയാലും മതി. ഓക്കെ, അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. പേൾ വാങ്ങിയിട്ട് പേളിൻ്റെ എന്തെങ്കിലും വാങ്ങി ധരിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഞാനിവിടെ നമുക്ക് തേർഡ് പൈലിലേക്ക് പോകാം. തേർഡ് പൈൽ യെല്ലോ കളർ ചൂസ് ചെയ്തവർക്ക് 7 of Cups ആൻഡ് റിലീസ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഇല്യൂഷൻസ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ചിലത് പക്ഷേ നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, അതായത് നമ്മൾ ലൈഫിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ടൻസ് ഏതിനാണ് എന്ന് തീരുമാനിക്കാം. ഓക്കെ, ചിലതിനെ നിങ്ങൾ വിട്ട് കളയാനുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ലൈഫിൽ ഉണ്ടെങ്കിൽ തന്നെ ചിലത് നിങ്ങൾ വിട്ട് കളയണം, ബിക്കോസ് അത് നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, ചിലത് റിലീസ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മേ ബി ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്, അങ്ങനെ ഒന്ന് ഓർഗനൈസ്ഡ് ആവുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതൊരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ശാന്തമായിട്ടിരുന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, ചിലത് നിങ്ങൾക്ക് എന്താണെന്ന് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അതും വേണം, ഇതും ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ചിലത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ടി വരും, ചിലത് വിട്ട് കളയേണ്ടി വരും. ബിക്കോസ് അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണമെങ്കിൽ ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളൊന്ന് മാറ്റേണ്ടി വരും. ഓക്കെ, മേ ബി നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിലേക്കൊക്കെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ മനസ്സിൽ ചില ചിന്തകളായിരിക്കാം. ഓക്കെ, അതിൽ നിന്ന് ചിലത് റിലീസ് ചെയ്ത് കളയാനുണ്ടാവും, അങ്ങനെയാവാം. ജീവിതത്തിൽ നിന്നായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ അനാവശ്യമായിട്ട് ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളിലാണ് നിങ്ങൾ ടൈം കൊടുക്കുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് ആലോചിച്ച് ചിലത് നിങ്ങൾ മാറ്റിയെടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. റിലീസിങ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, എനിക്കൊരു കാര്യം തോന്നിയത്, മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ആ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് വിടാം. ഓക്കെ, എന്താണെന്നുള്ളത്, ഇതിലേതാ നല്ലത് എനിക്ക് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് തന്നെ പ്രാർത്ഥിക്കുക, സറണ്ടർ ചെയ്ത് വിടുക, റിലീസ് ചെയ്യുക. ഓക്കെ, എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട് അതും ഒരു ഓപ്ഷനാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻസ്, മൈൻഡ് ഒന്ന് ക്ലാരിറ്റി കൊണ്ടുവരാനുണ്ട് നിങ്ങൾ, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ തേർഡ് അതായിരുന്നു. ഫോർത്ത് പൈൽ നമ്മൾ ഗ്രീൻ ചൂസ് ചെയ്തിട്ടവർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇങ്ങോട്ട് മേടിക്കണ്ട. 6 of Swords ആൻഡ് ഫോക്കസ് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 of Swords പറയുന്നത് നമ്മളൊരു മൂവിങ് ഓൺ എന്ന രീതിക്കാണ്. ഓക്കെ, ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന പോലെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ലൈഫിൽ മുന്നോട്ടൊരു സ്മൂത്തായിട്ട് ഒരു കുറച്ച് ശാന്തത വരും, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്ന് സ്മൂത്ത് ആവും എന്ന രീതിയിലാണ്. കുറച്ചുകൂടി നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയൊരു മുന്നോട്ട് നിങ്ങൾക്ക് നല്ലതാണ് എന്ന രീതിക്കാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പാസ്റ്റിൽ ചില വേദനകൾ ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്, ബട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വിട്ടുകളയുന്ന കാര്യമായിരിക്കാം, പിന്നിൽ എന്തെങ്കിലും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റമായിരിക്കാം, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജോലി മാറുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് മുന്നോട്ട് വേറെ എന്തെങ്കിലും പോകുന്ന രീതിയിൽ. സോ അങ്ങനെ എന്തോ ഒരു ചേഞ്ചിൻ്റെ ഒരു എനർജി ഇവിടെ ഉണ്ട്, യാത്രയുടെ എനർജി ഉണ്ട് ഇവിടെ. കുറച്ച് പേർക്ക് ഒരു യാത്രയുടെ കാര്യമായിരിക്കാം. അഗെയിൻ ഇവിടെ മെയിൻലി പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു മനസ്സിന് സമാധാനം കിട്ടും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്ത് തന്നെയായാലും മുന്നോട്ട് നിങ്ങൾക്ക് സമാധാനമാണ്, പീസാണ്. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ആ പ്രോബ്ലംസിനെ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് സമാധാനം വരുന്ന പോലെയാണ്. ഫോക്കസ് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ് നിങ്ങളുടെ മുന്നോട്ട് വയ്ക്കുക. ഓക്കെ, പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ വിട്ട് കളയുക. ഓക്കെ, പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്, ഇത് ടെൻഷനാണ് പറയാറ് നമ്മൾ. ഓക്കെ, ടെൻഷൻസ്, അതായത് ഈ സോഡ്സ് ഒക്കെ കാണുന്ന നമ്മുടെ ടെൻഷൻസ്, ലൈഫിൻ്റെ പ്രോബ്ലംസ് എന്ന രീതിക്ക് എടുക്കാം. ബട്ട് മുന്നോട്ട് നിങ്ങളോട് പറയുന്നത് ഫോക്കസ് ഇവിടെ ആക്ച്വലി ബട്ടർഫ്ലൈ ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. ഇതും ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ഈ യാത്ര നിങ്ങൾക്കൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടൊരു പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുന്നോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കാം, ഫ്യൂച്ചറിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാം. ഓക്കെ, എന്താണ് ഇനി വേണ്ടത്, ലൈഫിൽ എന്താ വേണ്ടത് എന്ന രീതിക്ക് ചിന്തിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, ഫോക്കസ് നിങ്ങളുടെ പാസ്റ്റിലെ വിട്ടുകളഞ്ഞ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക എന്നാണ്. പാസ്റ്റിനെ വിട്ടുകളയൂ, റിലീസ് ചെയ്യൂ. ഓക്കെ, ആൻഡ് മൂവ് ഓൺ ചെയ്യൂ എന്നാണ് പറയുന്നത്. ലൈഫിൽ മൂവ് ഓൺ, നിങ്ങൾക്കൊരു അഡ്വൈസ് ഉണ്ട് മൂവ് ഓൺ ചെയ്യാൻ. ലൈഫിൽ മുന്നോട്ട് ഫ്യൂച്ചർ നിങ്ങൾ നല്ല രീതിക്ക് ആവും നിങ്ങളുടെ. ഓക്കെ, ഒരു മാറ്റം അവിടെ കൊണ്ടുവരണം, നിങ്ങൾ ആ മാറ്റം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഓക്കെ, ഗോ വിത്ത് ദ ഫ്ലോ, നിങ്ങൾ മുന്നോട്ട് പോവൂ. ഓക്കെ, കാര്യങ്ങളെല്ലാം ബെറ്റർ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെയും നിങ്ങൾ ലേശം ഇമോഷണൽ ആവുന്നുണ്ടാവാം, കാരണം ഇവിടെ വെള്ളമുണ്ട്, മൂണുണ്ട്. ഓക്കെ, സോ ഇമോഷണൽ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇമോഷൻസ് നിങ്ങളൊന്ന് സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, പോസിറ്റീവായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക, ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യുക. മുന്നോട്ട് ആക്ച്വലി നിങ്ങൾക്ക് നല്ലത് വരും എന്നാണ്. ഓക്കെ, സമാധാനം കിട്ടും എന്ന രീതിക്കാണ് കാണിക്കുന്നത്.
ഓക്കെ, പാസ്റ്റിനെ റിലീസ് ചെയ്ത് കളയേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ. ഐ തിങ്ക് 4th പൈൽകാർക്ക്. ഓക്കെ, 5th റെഡ് കളർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് റെഡ്. ഓക്കെ, ഫൺ, നല്ല രസമുണ്ടല്ലേ സ്പീഡായിട്ട്. ഓക്കെ, സൺ ആൻഡ് പീസ്. വാവ്, വെരി നൈസ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. 5th പൈൽ റെഡ് ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് ആക്ച്വലി സന്തോഷങ്ങൾ, സക്സസ്, എന്തെങ്കിലും കാര്യങ്ങളുടെ കംപ്ലീഷൻ, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ജോലി ഓൾറെഡി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കാര്യങ്ങളായിരിക്കാം. ഫാമിലിയിൽ എന്തെങ്കിലും, ഫാമിലി ലൈഫിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് ചെയ്യുന്നതായിട്ട്, ഓക്കെ, സന്തോഷങ്ങൾ വരുന്നതായിട്ട് പറയാം. കുറച്ച് പേർക്ക് ഇത് എന്തോ പെട്ടെന്ന് തോന്നി, കുട്ടികളുടെ കാര്യം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് പ്രഗ്നൻസി, അങ്ങനത്തെ കാര്യങ്ങൾ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഒരു ലൈക്ക് വളരെ പോസിറ്റീവായിട്ട് വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത്. ലൈഫിൽ നിങ്ങൾ ഒരുപാട് സന്തോഷം നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വരുന്നത് അതാണ്. ആൻഡ് ഇതിൽ എനിക്കൊന്നും വേറെ ഒന്നും പറയാനില്ല. ലൈക്ക് അത്രയും സന്തോഷമുള്ളൊരു കാർഡാണ്, പോസിറ്റീവായിട്ടുള്ള കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മറ്റുള്ളവർ നിങ്ങളെ യുനോ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു കാര്യമൊക്കെയാണ് കാണുന്നത്. ഷൈൻ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് സന്തോഷങ്ങൾ തീർച്ചയായിട്ടും. ഇവിടെ PCS, നിങ്ങൾ അധികം ഒന്ന് റിലാക്സ് ആവും, നിങ്ങളൊന്ന് സമാധാനമാവും. ബിക്കോസ് നിങ്ങളൊരു ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു സമാധാനം ഫീൽ ചെയ്യുമല്ലോ. ഓക്കെ, സോ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്ന പോലെ ഒരു ഓക്കെ, പെട്ടെന്ന് തോന്നിയൊരു കാര്യം പറയാം. ഇവിടെ ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് ഓക്കെ ഒരു ചെറിയ ഇത് രണ്ടും കൂടി ഞാൻ കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് മേ ബി സ്ട്രെസ് എന്നല്ല ഇവിടെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. ബട്ട് മേ ബി ഒരു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഓക്കെ, ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യൂ എന്നുകൂടിയാണ്, സമാധാനത്തോടെ ഹാൻഡിൽ ചെയ്യൂ എന്ന് പറയുന്ന പോലെ തോന്നി എനിക്ക് പെട്ടെന്ന്. ഐ ഡോണ്ട് നോ വൈ, ഈ ഒരു സണ്ണിൻ്റെ ചൂട് ആലോചിച്ചിട്ടായിരിക്കാം എന്ന് തോന്നുന്നു. സംഭവം എന്തോ ആ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചിലവർക്ക് ഓക്കെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ചൂടാവല്, ഐ ഡോണ്ട് നോ വൈ, എന്തുകൊണ്ടാണ് എനിക്കത് ഒന്ന് ഫീൽ ചെയ്തെന്നറിയില്ല. ആരെങ്കിലും നിങ്ങൾ വല്ലാതെ സ്ട്രെസ്, ആങ്സൈറ്റി കൊണ്ട് ദേഷ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യൂ. ഓക്കെ, പീസ്ഫുള്ളായിട്ടിരിക്കും, കാര്യങ്ങൾ കാമായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. എനിക്ക് ഐ ഡോണ്ട് നോ വൈ, ഇതാർക്കുള്ളതാണെന്ന് അറിയില്ല, റെഡ് വയസ്സ് വന്നു പെട്ടെന്ന്. എനിക്ക് നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് ഒരുപാട് ചൂടാവുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ മീൻസ് ദേഷ്യപ്പെടുക, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ല പോസിറ്റീവ് കാർഡാണ്. പക്ഷേ ചില സമയത്ത് ഇതൊരു നെഗറ്റീവ് വശം, ഐ ഡോണ്ട് നോ എന്തുകൊണ്ടെന്ന് എനിക്ക് നെഗറ്റീവ് തോന്നിയെന്ന് എനിക്കറിയില്ല. റെഡും ആണ് ഇത്. ഓക്കെ, സോ യെസ്, മേ ബി നിങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടുക, അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ശാന്തമായിട്ടിരുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യാനാണ്. ഓക്കെ, ശ്വാസം പിടിച്ച് വെക്കുക. ഓക്കെ, ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, ഒന്ന് ശാന്തമാവുക. ഓക്കെ, കാമായിട്ട് ഡീൽ ചെയ്യൂ, കാര്യങ്ങൾ നടക്കും, എല്ലാം നടക്കും, നിങ്ങൾക്ക് പേടിക്കണ്ട. ഓക്കെ, നിങ്ങളൊരു ഐ തിങ്ക് ഓവറായിട്ട് സക്സസിന് വേണ്ടിയിട്ട് ശ്രമിച്ച് മേ ബി ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ, എന്താ ആക്ച്വലി ഇത് സക്സസ് ആണ്, നല്ല കാർഡാണ്. ഓക്കെ, ബട്ട് എന്തുകൊണ്ടൊന്നും എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശാന്തമാവൂ. ഓക്കെ, ബ്രീതിങ് എക്സസൈസ് ചെയ്ത് അവനെ ഒന്ന് കാമാക്കിയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യൂ. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും എന്നുകൂടിയാണ്. സോ ബി പോസിറ്റീവ്, ബി കോൺഫിഡൻറ്റ്. ഓക്കെ, എല്ലാം നല്ലത് തന്നെ വരും, പേടിക്കണ്ട. എല്ലാവർക്കും ഇന്നത്തെ ഷോർട്ട് റീഡിങ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. കമൻസ് ഇട്ടേക്കുക താഴെ. ഓക്കെ, ഫാസ്റ്റായി എന്ന് പറയണ്ട, ഞാൻ അങ്ങനെയും ഇടയ്ക്കൊരു മാറ്റമൊക്കെ വേണ്ടേ ചിലത് അല്ലേ. ഓക്കെ, എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.